അല്ല, അത് സർക്കാരിൻ്റെ നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട് KSRTCക്ക് വേണ്ടി. ആ റൂട്ടുകൾ KSRTC എടുക്കണം, KSRTC തന്നെ ഓടിക്കണം. അപ്പോൾ KSRTC നന്നായി പോകും. ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒഴിവാക്കിയാൽ KSRTC രക്ഷപ്പെടും, പ്രൈവറ്റ് ബസ്സുകാരും രക്ഷപ്പെടും. എല്ലാവരും വേണ്ടേ നാട്ടിൽ? ഈ 30% ഇളവൊക്കെ പ്രഖ്യാപിച്ചു. അതിൽ സാധാരണ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ബസ് ഉൾപ്പെടെയുണ്ട്, ചന്ദ്രിക്കാപ്പാറ ബസ് ഉൾപ്പെടെയുള്ളതിനകത്ത് 30% ഇളവൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പം സർവീസ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം ഒരാൾ ദിവസം മുമ്പ് ഇതൊക്കെ ഒരു മെച്ചപ്പെടുത്തില്ല, അതാണ് ഗുണം ചെയ്യില്ല. പിന്നെ റേറ്റ് വല്ലാതെ കൂടിയ ആൾ കയറാതെ വരും. ട്രെയിൻ ഓടുന്ന സ്ഥലത്ത് റേറ്റ് വളരെ കുറവാണ്. ട്രെയിനിന് സമാന്തരമായി കൂടിയ റേറ്റിൽ ബസ് ഓടിയാൽ പൈസ കിട്ടത്തില്ല. അതേസമയം ട്രെയിൻ ഇല്ലാത്ത റൂട്ടിലൂടെ ഇച്ചിരി വില കൂടിയാലും ആൾക്കാർക്ക് അതേ മാർഗമുള്ളൂ, ആളുകൾ സ്വീകരിക്കും. ഇപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുന്ന ബസ് ട്രെയിനിന് സമാന്തരമായി റേറ്റ് കൂട്ടി ഓടിച്ചാൽ ഇപ്പം റേറ്റ് വർദ്ധിച്ച് ട്രെയിനിനെക്കാളും വലിയ കൂടിയ റേറ്റിലാണ് ബസ് പോകുന്നത്. അതാണ് ഇതിൻ്റെ കുഴപ്പം. ട്രെയിനിൽ പക്ഷേ 10,000 ആളുള്ളൂ. ഇതങ്ങനെ പോകാൻ പറ്റത്തില്ല, അത്രയും കുറച്ച് പോകാനും പറ്റത്തില്ല. ട്രെയിനിൽ ഒരു എഞ്ചിൻ ഓടിയാൽ മതി, ബാക്കി പുറകെ പോവും. ഇതങ്ങനെയല്ല, ഒരു എഞ്ചിൻ ഓടിയാലും 30-40 വരെ പോകത്തുള്ളൂ. വ്യത്യാസമുണ്ട്. 5000 പേര് പോകും മറ്റേ എഞ്ചിൻ ഓടുമ്പോൾ. പിന്നെ ഇലക്ട്രിക് ട്രെയിനൊക്കെ ആകുമ്പോൾ പിന്നെയും കോസ്റ്റ് കുറയും. സാർ മന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മേഖല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് ഭയങ്കര വിജയകരമായിട്ട് തെളിയിക്കും. ഇനി ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നാലായിരിക്കും സാറിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിനകത്ത് തൊഴിലാളികൾ മാനേജ്മെന്റുമായിട്ട് ആദ്യം സഹകരിക്കുക സ്നേഹത്തോടെ. ഒരു തൊഴിലാളികളുടെ ആവശ്യമാണ് നിലനിൽക്കേണ്ടതെന്ന് തൊഴിലാളികൾ മനസ്സിലാക്കുക. അവരെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ടെന്ന് മാനേജ്മെന്റ് മനസ്സിലാക്കുക KSRTCയെ സംബന്ധിച്ച്. പിന്നെ ഇതിന് ആധുനികവൽക്കരണമല്ലാതെ വേറൊരു മാർഗമില്ല. ഈ നഷ്ടത്തിലോടുന്ന റൂട്ടുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. തൊഴിലാളികളുടെ ഡ്യൂട്ടി പാറ്റേൺ, കളക്ഷൻ, ടിക്കറ്റ് മെഷീൻ വരുന്ന കളക്ഷൻ്റെ രേഖകൾ, പിന്നെ ഒരു GPS സ്ഥാപിക്കുന്നതിനകത്ത് വരിയായി പോകുന്ന ബസ്സുകളെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം. അത് കണ്ടെത്തിയതിനു ശേഷം ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത കരുതിയിൽ ഒരു സോഫ്റ്റ്വെയറിലൂടെ, ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലൂടെ ഒരു ഷെഡ്യൂൾ സിസ്റ്റം ഉണ്ടാക്കണം. ആ ഷെഡ്യൂൾ സിസ്റ്റത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ബസ്സുകളെയും റീഷെഡ്യൂൾ ചെയ്യണം. അപ്പോൾ വരിയായിട്ട് പോകില്ല. കളക്ഷൻ കൂടുതൽ സമയത്ത് കൂടുതൽ ബസ് കാണും. ആൾ കുറവുള്ള ഉച്ച സമയങ്ങളിൽ ബസ് കുറവായിരിക്കും. ഡ്യൂട്ടി പാറ്റേൺ, ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണുമായിട്ട് പൊരുത്തപ്പെടുത്തി ഈ 3 ഐറ്റം വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയറിലൂടെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കണം. ആ ഷെഡ്യൂളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് KSRTC മാറണം. ആ ഷെഡ്യൂളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് KSRTC മാറുമ്പോൾ ചില അപാകതകളൊക്കെ ഉണ്ടാവും കേരളത്തിൽ പല സ്ഥലത്തും. ആ ഡിഫക്റ്റുകളെ മാനുവലി കറക്റ്റ് ചെയ്യണം. നമുക്ക് പരാതികളും ഡിഫക്റ്റുള്ള സ്ഥലം കണ്ടെത്തിയിട്ട് മാനുവലി കറക്റ്റ് ചെയ്യണം. ഈ സിസ്റ്റത്തിലേക്ക് മാറുന്നതോടെ ഒറ്റ ദിവസം KSRTC നഷ്ടം 40-45% കുറയും എന്ന് ഞാൻ ഉറപ്പ് പറയാം. ഡെഡ് മൈലേജ് ഓടുന്നത് മുഴുവൻ നിൽക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ സോഷ്യൽ നീഡ്സും ചില ഹില്ലി ഏരിയകളും കാട്ടിലും ആ പ്രദേശങ്ങളിലെ ഷെഡ്യൂൾ കറക്റ്റ് എല്ലാം തോന്നിയാൽ അത് മാനുവലി ഈ സോഫ്റ്റ്വെയറിൽ തന്നെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യുമ്പോൾ 100% പെർഫെക്റ്റ് ആവും. ഡെഡ് മൈലേജ് ഓടില്ല, വരിയായി വണ്ടി ഓടില്ല, കൃത്യസമയത്ത് വണ്ടി വരണം. പിന്നെ എല്ലാ ബസ് സ്റ്റേഷനിലും KSRTC ബസ് കണ്ടക്ടറുടെ ടിക്കറ്റ് മെഷീനിൽ ഒരു ബാർകോഡ് ഏർപ്പെടുത്തണം. അതാത് ബസ് സ്റ്റേഷനിൽ എത്തുന്ന സമയം പഞ്ച് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. എല്ലാ ബസ് ടെർമിനലിലും ബസ് വരുന്നത് സാറ്റലൈറ്റ് ഈ GPS വെച്ചിട്ട് ബസ് ഇത്ര മിനിറ്റിനുള്ളിൽ എത്തും എന്ന് യാത്രക്കാരനെ അറിയിക്കണം. ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ട് അറിയിക്കണം. അതിലല്ലാത്ത സമയത്ത് പരസ്യം വിടണം. എല്ലാ ബസ്സുകളും ഡിസ്പ്ലേ ബോർഡ് വെച്ച് പരസ്യം ചെയ്യണം. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ GPS-ആയിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. അപ്പൊ എവിടെ എത്തുന്നു ബസ് എന്ന് അറിയാൻ പറ്റില്ല. ട്രെയിനിലൊക്കെ കാണുന്നില്ലേ? ഇത് 2001 മന്ത്രിയായിരിക്കെ ഞാൻ പ്ലാൻ ചെയ്തതാണ്. അതിനുവേണ്ടി 6 കോടി രൂപ മാറ്റി വെച്ചതാണ്. പക്ഷെ നടക്കാതെ പോയി. ഞാൻ ഇങ്ങ് മാറി, അതുകൊണ്ട് അതങ്ങ് പോവുകയും ചെയ്തു. നല്ല ഐഡിയകൾ മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് പെട്ടെന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ല നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ട് കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവന്നിട്ട് അങ്ങനെയല്ല. ലോകത്ത് അത് ഉപയോഗിച്ചത് അതങ്ങ് എടുത്താൽ മതി. നമ്മളത് അഡോപ്റ്റ് ചെയ്യണം. പുതിയ ടെക്നോളജികളെ നമ്മൾ അഡോപ്റ്റ് ചെയ്തതിൽ കൊണ്ടുവരണം. ഫ്യൂവൽ സേവിങ്ങിനുള്ള ഒരുപാട് ടെക്നോളജികളുണ്ട്. ആ ടെക്നോളജികൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റൂ. മാനുവലിയുള്ള കൈകാര്യം ചെയ്യലാണ് ഈ പലപ്പോഴും കുഴപ്പം.